മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങളെ ഇനി പരീക്ഷയ്ക്ക് നിമിഷങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ബാക്കിയുള്ളത്. അടിപൊളിയായി ഉഷാറായിട്ട് നമ്മൾ പാഠഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് പരീക്ഷ എഴുതിയാൽ മാത്രം മതി. ഒരുപാട് മാരത്തോൺ ലൈവുകളും അടിപൊളി കോണ്ടന്റ് വീഡിയോസൊക്കെ ആയിട്ട് ടീച്ചർമാർ മക്കളുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമാണ്, മക്കളുടെ ഒരു സ്ഥിരം സംശയങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു കാര്യമാണ്. യൂണിറ്റുകളിൽ നിന്ന് പരീക്ഷയുടെ അല്ലെങ്കിൽ പാഠഭാഗത്തിൻ്റെ യൂണിറ്റുകളിൽ നിന്ന് പ്രവേശകമൊക്കെ തരുന്ന കവിതയെന്നോ കഥയെന്നോ ഒക്കെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ടോ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും യൂണിറ്റുകളിൽ നിന്നും എന്ത് ചെയ്യും, നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ യൂണിറ്റാണ് തിരമുറിച്ച് കനവ് നെയ്തവർ എന്ന് പറയുന്ന യൂണിറ്റ്. ഈ യൂണിറ്റിൽ നമുക്ക് 3 പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? കൈകോർത്തവർ പറഞ്ഞത്, അവസാനത്തെ ഇല, നാളത്തെ പൊന്മാൻ, ഇങ്ങനെ 3 പാഠഭാഗങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ യൂണിറ്റിൻ്റെ പ്രവേശകമായി തന്നിരിക്കുന്നത്? ഒരു കവിതയാണ്. പുനലൂർ ബാലൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ കവിതയാണ് ഇരുട്ടിൽ പൊതിഞ്ഞ തിരുനാളം. അപ്പൊ നോക്കൂ, എന്താണ് ആ കവിതയിൽ പറയുന്നത്? എല്ലാം നശിച്ചു പോയിട്ടില്ല, പോകില്ല, വല്ലതും ശേഷിക്കുമെന്ന് വിചാരിക്കെ എന്തെന്തിതൻ കരളിൽ ആനന്ദവും മിഴിയിൽ വിശ്വാസവും പുതിയ ഭാവിയുടെ തെളിവാർന്ന ജൈവപ്രഭാവവും എന്നാണ് അല്ലേ. അപ്പോൾ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു കവിതയാണ്. എല്ലാം ഒന്നും നശിച്ചു പോയിട്ടില്ല അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള 3 പാഠഭാഗമാണ്. നാളത്തെ പൊന്മാൻ അല്ലേ, പ്രതീക്ഷാസൂചകമായിട്ടുള്ള ഒരു കഥയാണ്. കൈകോർത്തവർ പറഞ്ഞത് എന്ന് പറയുന്നത് എന്താണ്? സച്ചിദാനന്ദൻ്റെ ഒരു കവിതയാണ്, പ്രളയത്തെ ആസ്പദമാക്കിയിട്ടുള്ള. അവസാനത്തെ ഇരയും എന്താണ്? പ്രതീക്ഷ അല്ലേ, സൂചകമായിട്ടുള്ളൊരു ഒരു കഥയാണ്. അപ്പോൾ ഇത്തരത്തിൽ മനോഹരമായ രീതിയിലുള്ള പാഠഭാഗങ്ങളാണ്. അപ്പോൾ അതേപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രതീക്ഷയുടെ അല്ലേ, പ്രതീക്ഷയെക്കുറിച്ച് പറയുന്ന ഒരു കവിതയാണ് അല്ലേ, പുനലൂർ ബാലൻ എഴുതിയ കൃതിയാണ്. അപ്പോൾ ആരാണ് പുനലൂർ ബാലൻ എന്ന് പറയുന്നത് അല്ലേ? വളരെ പ്രധാനപ്പെട്ട മലയാള സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട കവികളിൽ അല്ലേ, സാഹിത്യകാരന്മാരിൽ ഒരാളാണ്. പ്രതീക്ഷയുടെ പല ഭാവങ്ങളും തെളിഞ്ഞു നിൽക്കുന്ന കവിതയാണ് ഇത്, നമ്മളുടെ ഇരുട്ടിൽ പൊതിഞ്ഞ തിരുനാളം എന്ന് പറയുന്ന കവിതാഭാഗം. അപ്പോൾ ഇരുട്ടിൽ വഴി തെളിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇരുട്ടിൽ നമുക്കൊക്കെ വെളിച്ചം ആവശ്യമാണ്. അപ്പോൾ ഇരുട്ടിൽ വഴി തെളിയിക്കുന്നതാണ് ആക്ച്വലി എന്ത്? തിരുനാളം, പ്രകാശം എന്ന് പറയുന്നത്. അപ്പോൾ ഇരുട്ടിൽ എന്താണ്? നിറഞ്ഞു പോകുന്ന ജീവിതങ്ങൾ അല്ലേ, പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാവാം അല്ലെ, പല പല കാരണങ്ങൾ കൊണ്ട്, നഷ്ടങ്ങൾ കൊണ്ട്, നിരാശകൾ കൊണ്ട് പലരുടെ ജീവിതവും എന്ത് ചെയ്യാറുണ്ട്? ജീവിതത്തിൽ ഇരുട്ട് വന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ പുതിയൊരു തുടക്കം സാധ്യമാണ്. എല്ലാ കാലവും എന്ത് ചെയ്യില്ല, ഇടയ്ക്ക് കണ്ണീർ ഉപ്പ് പുരട്ടാതെ എന്തിന് ജീവിത പലഹാരം എന്ന് കവി ചോദിച്ചിട്ടുണ്ട്. എടശ്ശേരിയുടെ കവിതയാണ് അല്ലേ. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും സുഖം മാത്രമായിരിക്കില്ല. സുഖം മാത്രമാണെങ്കിൽ നമ്മൾ ദുഃഖം അല്ലേ ത്തിൻ്റെ വില അറിയാതെ പോകും. അല്ലെങ്കിൽ ആ സുഖത്തിൻ്റെ സൗന്ദര്യം അറിയണമെങ്കിൽ, അതിൻ്റെ ഭംഗി ആസ്വദിക്കാനാവണമെങ്കിൽ എന്ത് വേണടാ? ഇടയ്ക്കൊക്കെ ജീവിതത്തിൽ ദുഃഖമൊക്കെ ഉണ്ടാവണ്ടേ. അപ്പോൾ ഇടയ്ക്ക് കണ്ണീരുപ്പൊക്കെ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ സുഖദുഃഖ സമ്മിശ്രമാണ് എന്ത്? ജീവിതം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ കാലമൊന്നും എന്തല്ല ഒരേ അവസ്ഥയൊന്നും ആയിരിക്കില്ല, അതൊക്കെ മാറും. എല്ലാ കാലവും വിഷമമൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഉള്ളിൽ പ്രതീക്ഷ അല്ലേ, ഈ പ്രതീക്ഷ കവിയുടെ ഉള്ളിൽ ആനന്ദം നിറയ്ക്കുന്നതാണ്, മിഴികളിൽ വിശ്വാസം ഉണ്ടാകുന്നു. ഈ പ്രതീക്ഷ വെറും ഒരു വികാരമല്ല, മറിച്ച് ഭാവിയെക്കുറിച്ചുള്ള കവിയുടെ ദർശനമാണ് എന്ത് ചെയ്യുന്നത്? വരികളിൽ കാണുന്നത്. ഈ കവിതയിലെ പ്രതീക്ഷയുടെ സന്ദേശം വളരെ പ്രസക്തമാണ്. മനുഷ്യ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വളരെ വലിയ സ്ഥാനമുണ്ട് അല്ലേ. പ്രത്യേകിച്ച് പ്രതിസന്ധികളും അനിശ്ചിതത്വവും അല്ലെ നിറഞ്ഞ ഇന്നലകളുടെ അല്ലെ ലോകത്ത് നിന്നും പ്രതീക്ഷയുടെ വെളിച്ചവും നന്മയും പ്രകാശവും ഒക്കെ വരേണ്ടത് എന്താണ്? പുതിയ നാളെയുടെ ലോകത്തിലേക്ക് എന്ത് ചെയ്യണം? നമുക്കതൊക്കെ വരണം. തീർച്ചയായിട്ടും എന്താണ്? ജീവിതത്തിൽ എല്ലാ കാലവും ഒരുപോലെയൊന്നും അല്ല അല്ലേ. അപ്പോൾ ഈ പ്രതീക്ഷയാണ് പ്രതിസന്ധികളെ അതിജീവിക്കാനും മുന്നോട്ട് പോകാനുള്ള പ്രചോദനമൊക്കെ ആവുന്നത് അല്ലേ. ഇപ്പോൾ ഒരു പ്രതീക്ഷയുമില്ലാത്ത ആളുകളൊക്കെയാണ് ലൈഫിൽ എന്ത് ചെയ്യുന്നത്? അവർ ആ ജീവിതം അവിടെ തീർന്നു അല്ലെ, ഇനിയൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് പലരും ജീവിതം അവസാനിപ്പിക്കുന്നത്. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുതല്ലേ. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? നമുക്കും നല്ല അല്ലേ, നമ്മളുടെ എല്ലാ കഷ്ടങ്ങളും മാറി, വേദനകളൊക്കെ മാറി അല്ലേ. അപ്പം അങ്ങനെ വിഷമമൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യണം? ചുറ്റുപാടും നോക്കണം. ഒരുപാട് മനുഷ്യർ അത്തരത്തിൽ നമ്മളെക്കാളും ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ജീവിക്കുന്ന എന്തിലേക്കാണ്? പ്രതീക്ഷയിലേക്കാണ് അല്ലേ. നാളെ നല്ലത് സംഭവിക്കുമെന്ന് പറയുന്ന ശുഭപ്രതീക്ഷയിലേക്കാണ്. അപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ ജീവിതം അർത്ഥശൂന്യമാകുന്നു, നിരാശയും വിഷാദവും ഒക്കെ പിടിമുറുക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് അല്ലേ കാണുന്ന, പ്രതീക്ഷയോട് കാണുന്നവരായിട്ടാണ് നമ്മൾ വളരേണ്ടതെന്നാണ് ഈ യൂണിറ്റ് പറയുന്നത്. ഈ യൂണിറ്റിലെ 3 പാഠഭാഗങ്ങളും അത്തരത്തിൽ പ്രതീക്ഷയുടെ അല്ലേ എന്താണ് സൂചകങ്ങൾ നൽകുന്ന 3 പാഠഭാഗങ്ങളാണ്. അപ്പോൾ പുനലൂർ ബാലൻ എഴുതിയ കവിതയുടെ ആശയം ഇത്രയുമാണ്. എല്ലാം നശിച്ചു പോയിട്ടില്ല, പോകില്ല, വല്ലതുമൊക്കെ ശേഷിക്കുമെന്ന് വിചാരിക്കെ നമ്മളുടെ ഉള്ളിൽ എന്തിരിക്കുന്നു? കരളിൽ ആനന്ദവും സന്തോഷവും മിഴിയിൽ പുതിയ വിശ്വാസവും ഒക്കെ നമുക്ക് വരികയാണ് എന്നാണ് കവി പറയുന്നത്. അത് ഏറ്റവും വലിയൊരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൂടിയായിട്ട് നമ്മൾ കരുതണം അല്ലേ. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് കുറവുണ്ടാവാം,
അല്ലേ? ചിലപ്പോൾ ചിലർ ഫെയിലായി പോയിട്ടുണ്ടാവാം ചില സബ്ജക്റ്റുകളിൽ. അതൊന്നും ഒരു വിഷയമല്ല, അതൊക്കെ കഴിഞ്ഞു അല്ലേ? നമുക്ക് നല്ലതും വരും. നമ്മൾ എഫേർട്ടൊക്കെ ഇട്ട് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അതിന് സമയമൊന്നുമില്ല, വേഗം പഠിച്ചു തുടങ്ങണം. അപ്പോൾ മക്കൾക്ക് ഇനി ഏതെങ്കിലുമൊക്കെ പാഠഭാഗം അല്ലേ, ഒരുവിധം എല്ലാം നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും പാഠഭാഗങ്ങൾക്ക് സംശയമൊക്കെ ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ടീച്ചർമാർ പുതിയ പുതിയ വീഡിയോകളൊക്കെ എന്ത് ചെയ്യാം, മക്കൾക്ക് ഇങ്ങനെ കുഞ്ഞു അല്ലേ പാഠങ്ങളൊക്കെ കുഞ്ഞു വീഡിയോയിലാക്കിയിട്ട് മക്കൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്.